ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ച് വന്നിരിക്കുകയാണ്. മകരമാസത്തിലെ കാർത്തികയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എല്ലാ മാസവും വരുന്ന കാർത്തിക നക്ഷത്രത്തിൽ ഭഗവാന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ലൈഫിൽ നല്ല ഉയർച്ചയുണ്ടാവാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. അതിൽ തന്നെ മകരമാസത്തിൽ വരുന്ന കാർത്തികയും കർക്കിടക മാസത്തിൽ വരുന്ന കാർത്തികയും വളരെ ഫലമുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് കർക്കിടകത്തിലെ കാർത്തികയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നാളെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഒപ്പം തന്നെ ഇന്ന് കുംഭഭരണിയാണ്. ഒരു കുടം ജലം വെച്ച് സാക്ഷാൽ ഭദ്രകാളി അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നൊരു രീതിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് കാണാത്തവരൊക്കെ പോയി കണ്ട് അത് ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അടുത്ത മീനഭരണിക്ക് മുമ്പ് ദേവി തന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന് സന്ധ്യയ്ക്ക് 4:34 കൂടിയിട്ടാണ്. നക്ഷത്രം അവസാനിക്കുന്നത് നാളെ വൈകിട്ട് 3:07 അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം ഇന്ന് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇന്ന് ചെയ്യാം. കാരണം ഇന്ന് ഷഷ്ഠി തിഥിയും കാർത്തിക നക്ഷത്രവും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനും കൂടി ഉണ്ടെന്ന് പറയാം. ഷഷ്ഠിതിഥി ആക്ച്വലി രാവിലെ വരെയേ ഉള്ളൂ. എന്നാൽ പോലും സൂര്യോദയ സമയത്തുള്ള തിഥിയെ നമ്മൾക്ക് ആ ഒരു ദിവസം മുഴുവനായിട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഏറ്റവും നല്ലത് നാളെ ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും വരുന്ന സമയത്ത് ഇത് ചെയ്യുന്നതാണ്. നാളെയാണ് നമ്മളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ 6 to 7 വരുന്ന ആ ഒരു ചൊവ്വാഹോര സമയത്തോ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1 to 2 വരുന്ന ചൊവ്വാഹോര സമയം, ഈ രണ്ടിലേതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ ഉച്ചയ്ക്ക് 3:07 മുൻപുള്ള ഏതൊരു സമയത്തും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് മുൻപായി നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നാളെ കംപ്ലീറ്റ് ആയിട്ടത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. സാധാരണയായി ഇത് ചെയ്തിട്ട് നോൺ വെജ് കഴിക്കാമെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത്രയും നല്ല 2 കാര്യങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നാളെ നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ല കാര്യം. പിന്നെ എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ്, പുലാവാലായ്മ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല. പീരിയഡ്സ് കഴിഞ്ഞ് 7 രാത്രി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഏതൊരു പൂജയും വഴിപാടും ചെയ്യാൻ സാധിക്കൂ. ഒരുപാട് പേര് എനിക്ക് ഇന്ന് 7 ഞാൻ കുളിച്ച് ചെയ്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പാലിച്ചു പോരുന്ന ഒരു ആചാരം എന്ന് പറയുന്നത് 7 രാത്രികൾ എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് പീരിയഡ്സ് തുടങ്ങി 7 രാത്രി തീർന്ന് 7ാമത്തെ രാത്രി തീർന്ന് നമ്മൾ ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിളക്ക് കൊളുത്താനും ഇതുപോലെ കാര്യങ്ങൾ പ്രത്യേകിച്ചുള്ള പൂജകളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. ചിലർക്ക് 7 കഴിഞ്ഞാലും ചിലപ്പം അങ്ങനെ ബ്ലീഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യരുത്. അത് നല്ലതല്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലോ എന്താണോ അത് അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്ത് ഭഗവാന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊട്ട് ചുമന്ന കളറിലെയോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പൂക്കൾ കൊണ്ട് ഭഗവാനെ അലങ്കരിച്ച് ഒപ്പം തന്നെ 6 ദീപങ്ങൾ കൊളുത്തുക. കാരണം കൃത്തിക നക്ഷത്രം, അതായത് കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാനെ എടുത്തു വളർത്തിയ 6 കാർത്തിക പെൺകൊടികളോടുള്ള നമ്മുടെ ബഹുമാനാർത്ഥം കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മൾ 6 ദീപങ്ങൾ കൊളുത്തണം. അത് നിങ്ങൾക്ക് ഷഡ്കോണം വരച്ചിട്ട് അതിൽ 6 ദീപങ്ങൾ കൊളുത്താം. അങ്ങനെ അല്ലെങ്കിൽ വെറുതെ 6 ദീപങ്ങൾ കൊളുത്താം. അല്ലെങ്കിൽ 6 വെറ്റില വെച്ചിട്ട് അതിന് പുറത്ത് 6 ദീപങ്ങൾ കൊളുത്താം. അത് എങ്ങനെയാണെങ്കിലും വിഷയമില്ല, 6 ദീപങ്ങൾ നമ്മളിവിടെ കൊളുത്തുക എന്നുള്ളതാണ്. മകരമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ ഈ ഒരു രീതിയിൽ തുടർച്ചയായ 6 കാർത്തികകളിൽ പൂജ ചെയ്താൽ നമുക്കതിൻ്റെ ഫലം കിട്ടുമെന്നുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് ആ ഒരു പൂജകളൊക്കെ ചെയ്തിട്ട് നാളെ ഞാൻ ഈ പറയുന്ന പൂജ ചെയ്യാവുന്നതാണ്. ഒന്നിച്ച് ഇത് രണ്ടും കൂടിയിട്ട് ചെയ്യാൻ പാടില്ല. കാരണം ചൊവ്വാഴ്ചകളിൽ വെറ്റില ദീപം, തുവരപ്പരിപ്പ് ദീപം ഇതുപോലെയുള്ള ദീപങ്ങളൊക്കെ കൊളുത്തുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ ഈ പറയുന്ന ഒരു പൂജയും കൂടി ചെയ്യരുത്. അത് നിങ്ങൾക്ക് രാവിലെ ചെയ്യാം, ഇത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചെയ്യാം. അതാണ്. അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ നമ്മളിതൊക്കെ ചെയ്തു. ഭഗവാന് മുൻപിൽ 6 ദീപങ്ങൾ കൊളുത്തി വെച്ചു. അതിനുശേഷം ഒരു ചെറിയ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു പ്ലേറ്റ് എടുക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ മരക്കഷ്ണം ഉണ്ടെങ്കിൽ, അതായത് ചെറിയ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന അതുപോലുള്ള ചെറിയ പലകയുണ്ടെങ്കിൽ അതാണെങ്കിലും വെച്ചിട്ട് അതിന് പുറത്തായിട്ട് നമ്മൾ ഒരു വെറ്റില വെക്കുക. വെറ്റില ഇല്ലാത്തവർ വെള്ള കളറിലെ ഒരു പേപ്പർ എടുത്താൽ മതിയാകും. പക്ഷേ ഏറ്റവും നല്ലത്, നല്ല ഫലം കിട്ടുന്നത് നമുക്ക് വെറ്റില തന്നെയാണ്. അതുകൊണ്ട് വെറ്റില എടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ വെറ്റില എടുക്കുന്നു, നമ്മൾ നന്നായിട്ട് തുടച്ച്, അത് കഴുകണ്ട, ഒരു നല്ല വൃത്തിയുള്ള തുണി നമ്മൾ നനച്ച് പിഴിഞ്ഞിട്ട് വെറ്റിലയുടെ അകവും പുറവും നന്നായിട്ട് തുടച്ചാൽ മതിയാവും. വെറ്റിലയുടെ സൈഡിലുള്ള തണ്ട്, കാമ്പ് നമ്മൾ മുറിച്ച് കളയണം. അത് നന്നായിട്ട് തുടച്ച് അത് ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മളിത് പൂജയ്ക്ക് ആ ഒരു കത്തിച്ച് വെച്ചിരിക്കുന്ന 6 ദീപങ്ങളുടെ മുൻപിലായിട്ട് വെക്കാൻ. എന്നിട്ട് റെഡ് കളറിലെ ഒരു മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ എടുക്കുക. പേന എടുക്കരുത്. പേന എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എഴുതുമ്പം ചിലപ്പം കിഴിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ എടുക്കുക. ഇത് രണ്ടും ഇല്ലാത്തവരാണെങ്കിൽ കുങ്കുമം എടുത്ത് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ കൊണ്ട് ചാലിച്ചിട്ട് തുളസി ഇലയുടെ കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വലത്തെ കയ്യിലെ മോതിര വിരൽ കൊണ്ടോ ഓം മുരുകാ ശരണം എന്ന് എഴുതുക. ഓം മുരുകാ ശരണം. ഇത് ഒരേ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ആ ഒരു വെറ്റിലയിൽ എഴുതിയാൽ മതിയാകും. അതിനുശേഷം ഒരല്പം കുങ്കുമം എടുത്ത് ഓം മുരുകാ ശരണം എന്നുള്ള മന്ത്രം 6 പ്രാവശ്യം ചൊല്ലി നമ്മൾ ആ ഒരു വെറ്റിലേക്ക് മുകളിൽ എഴുതിയിരിക്കുന്നതിന് നമ്മൾ അർച്ചന ചെയ്യണം. നമ്മൾ നേരത്തെയും കുങ്കുമം കൊണ്ടുള്ള അർച്ചന ചെയ്തിരുന്നു. വളരെയധികം ഫലമുള്ളൊന്നായിരുന്നു അത്. അതേപോലെ തന്നെയുള്ള മറ്റൊന്നാണിത്. അപ്പം നമ്മൾ അതേപോലെ തന്നെ അതിന് പുറത്തായിട്ട് അർച്ചന ചെയ്യുന്നു 6 പ്രാവശ്യം. ഒരുപാട് കുങ്കുമമൊന്നും എടുക്കേണ്ട, കുറേശ്ശെ എടുത്ത് അർച്ചന ചെയ്താൽ മതിയാവും. അർച്ചന ചെയ്തതിന് ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ഭഗവാനോട് എത്രയും പെട്ടെന്ന് നടത്തിത്തരണമെന്ന് പ്രാർത്ഥിക്കണം. ജോലി കിട്ടണമോ, അബ്രോഡ് പോകണമോ, വിവാഹം നടക്കണമോ, മക്കളുടെ വിദ്യാഭ്യാസം, ഭർത്താവിൻ്റെ ആരോഗ്യം, ജോലി, പ്രമോഷൻ, കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണം, എന്തുമായിക്കൊള്ളട്ടെ അത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം ധൂപദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് എന്തും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ ഇന്നതെന്നൊന്നുമില്ല. ഉള്ളത് ഒരു ശകലം കൽക്കണ്ടമാണെങ്കിൽ അതാണെങ്കിലും വെച്ചാൽ മതി. അല്ല, 1 സ്പൂൺ പഞ്ചസാരയോ ഉള്ളെങ്കിൽ അതാണെങ്കിലും ഭഗവാന് വെച്ച് പ്രാർത്ഥിക്കുക. ഇത് തുടർച്ചയായിട്ട് 6 ചൊവ്വാഴ്ചകളിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നാളെ മാത്രമായിട്ടും ചെയ്യാവുന്നതാണ്. ആ കുങ്കുമം നാളത്തെ ദിവസം മുഴുവൻ, അതായത് എന്ന് ചെയ്യുന്നോ അന്ന് രാത്രി മുഴുവൻ അവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് ചെയ്യുന്നെങ്കിൽ തിങ്കളാഴ്ച മുഴുവൻ അവിടെ ഇരുന്നോട്ടെ. ചൊവ്വാഴ്ച ചെയ്യുന്നെങ്കിൽ ചൊവ്വാഴ്ച രാത്രി മുഴുവൻ അവിടെ ഇരുന്നോട്ടെ. പിറ്റേ ദിവസം അതെടുത്ത് ഒരു ചെറിയ അടച്ചുറപ്പുള്ള ടിന്നിലിട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും നമുക്ക് നെറ്റിയിൽ തൊടാം. പ്രത്യേകിച്ച് ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് അവർ തൊടുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇപ്പോൾ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ചെറിയ പൊട്ട്, ഇപ്പോൾ കുങ്കുമം ആയതുകൊണ്ട് തന്നെ അവർക്ക് തൊടാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഒരു ചെറിയ പൊട്ട് അവർക്ക് തൊട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഭാര്യമാർ തൊട്ടാലും മതിയാകും. കാരണം ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്താലും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്താലും അതൊന്ന് തന്നെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മക്കളോട് തൊടാൻ പറയണം. മക്കൾ വെളിയിലാണ്, അടുത്തില്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർക്ക് തൊട്ടാലും മതിയാവും. അപ്പം
ആർക്ക് വേണ്ടിയിട്ടാണോ അവർ തൊടാനായിട്ട് ശ്രമിക്കുന്നത് പെട്ടെന്ന് തന്നെയുള്ള ഫലം കിട്ടും. ആ വെറ്റില എഴുതിയത് നമ്മൾക്ക് കുങ്കുമം എടുക്കുന്നതിനോടൊപ്പം തന്നെ ചുരുട്ടിയെടുത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കളയാം. കണ്ടമാനം വെറ്റില വാടാൻ വേണ്ടിയിട്ട് വിടരുത്. അപ്പം ഇതാണ് നമ്മൾ നാളെ ചെയ്യേണ്ടുന്നത്. ഈ ഒരു മുരുകാ ശരണം എന്ന് പറയുന്ന വാക്കിന് നമ്മൾ ഭഗവാന്റെ 108 അഷ്ടോത്തരം ചൊല്ലി 1000 സഹസ്രനാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടും. അതുകൊണ്ട് തന്നെ വിശ്വാസപൂർവ്വം, അപ്പം 6 പ്രാവശ്യമേ ഉള്ളൂ, വളരെ പെട്ടെന്നൊന്നും ചെയ്ത് ആ മുരുകാ ശരണം എന്നുള്ളതിൽ നമ്മൾ ശരണാഗതി അടയുന്നുണ്ടെന്ന് നമ്മുടെ മനസ്സിന് തന്നെ തോന്നുന്ന രീതിയിൽ ചൊല്ലിക്കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.